ഇപ്പോൾ പ്രസിഡന്റ് വായിച്ചാണ്. ക്രിസ്തത്ത് 237 കത്തോലിക്കായി ഭക്തരായ മാതാപിതാക്കന്മാരിൽ നിന്ന് ജനിക്കുകയും അവർക്ക് ഏറ്റവും അനുസരണയുള്ളവരായി തന്റെ ബാല്യകാല സൽപ്രവർത്തനങ്ങളിൽ ചെലവഴിക്കുകയും ക്രിസ്തീയ അനുഭൂതിയുള്ള ഒരു വിദ്യാഭ്യാസം സ്വീകരിക്കുന്നതിന് ഇടവരികയും ഡയക്ലേഷ്യൻ ചക്രവർത്തിയുടെ സൈന്യത്തിൽ ഉന്നതമായ ഉദ്യോഗം വഹിക്കുകയും ക്രിസ്ത്യാനികളെ ജയിക്കുന്നതിനുള്ള ചക്രവർത്തിയുടെ കൽപ്പന പുറപ്പെട്ടപ്പോൾ ലൗകികമായ സകല ബഹുമതികളും ത്യജിച്ച് തന്നെ മുഴുവനും ദൈവത്തിനെ കൈയാണിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളുടെ രക്ഷയ്ക്കായി ഏത് ഞെരുക്കവും സഹിക്കാൻ സന്നദ്ധനായി സത്യസഭയുടെ വിജയത്തിനും ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കും വേണ്ടി രക്തസാക്ഷിയായി വീരമരണം കൈവരിച്ചുകൊണ്ട് പാപികളും ദരിദ്രരുമായ നമ്മൾ ലോകത്തോടും വിശാലങ്ങളും ചെയ്യുന്ന യുദ്ധത്തിൽ സദാ ധൈര്യമുള്ളവരായി ഇരിക്കുവാനും സത്യസഭയുടെ വിജയത്തിനും ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കും വേണ്ടി സർവസ്വവും ബലികഴിക്കുവാനും സന്മാതൃക കാണിച്ചു തരികയും ചെയ്യുന്നതിനാൽ മഹാപുണ്യവാനും വിശാലമുള്ള യുദ്ധത്തിൽ നമ്മുടെ വലിയ മധ്യസ്ഥനുമായി തീർന്ന വിശുദ്ധ ദീപകീയ സമുദായയുടെ നേരെയുള്ള പ്രത്യേക ഭക്തിക്കായി മിശിഹാകാലം 1769 ഈ ഫോറനാപ്പള്ളിയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള കൊമ്പരയായിൽ നിന്ന് 2017 കാലം മെയ് മാസം 4-ാം തീയതി ഈ കൊമ്പരയാത്തിൽ നാം ആഘോഷിക്കുന്നതിന് ലൈറ്റർമാരുടെ നിത്യ നിയോഗപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിദ്ധനായ ഒഫീസാരന്മാരുടെ പേര് വിവരം ഒരിനെ പ്രസിദ്ധി കല്ലുകൽ ക്രിസ്തപ്പാന സാന്റണി തെശരേരി കണ്ണത്തിൽ വർക്കി ജോണി പ്രൊഫസർ പരവരം പാപ്പു ആന്റണി വിശ്രമം കുരിക്കൽ ജോസഫ് ജോണി മേശക്കാർ കണ്ടത്തിൽ ജെയിംസ് ദിനു കിഴിപ്പള്ളി ജോസഫ് റോബി മണ്ടാക്കര ചാക്കോ സോമൻ പാലക്കാപ്പള്ളി കുര്യൻ കുര്യാക്കോസ് തായങ്കേരി ജോസ് അനു പള്ളിപ്പാടൻ പത്രോസ് ജോസ് ഈ കൊമ്പനിയുടെ സുപ്രിയർ ആരംഭിച്ചു മനസ്സുകൊണ്ട് ഈ കൊമ്പനിയുടെ ശമതോ പുത്തൻകീഴിൽ പൗലോസ് വിനുവർഗീസ് ഇടപ്പള്ളി 2016 മെയ് 2. ദൈവത്തിന്റെ പ്രമാണം നിന്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായിരിക്കട്ടെ. ആമേൻ.
വിശുദ്ധ മതസഭയായി സാക്ഷരനായ നിങ്ങളെയും കുടുംബാംഗങ്ങളെയും വിവിധ കാര്യസ്ഥാനങ്ങളോട് ദൈവത്തെ സഹായിക്കുകയും ജീവിക്കുകയും
സഹായിക്കണമേ. അങ്ങയുടെ തിരുമനസ്സിന് അനുയോജ്യമായ വിധത്തിൽ ഞങ്ങളുടെ ഉദ്യോഗക്കാരെ സാധിക്കുന്നുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായിരിക്കും.
വിശുദ്ധാമത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 10, 16 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകൾ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കുവിൻ. മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. തങ്ങളുടെ സിനഗോഗുകളിൽ വെച്ച് അവർ നിങ്ങളെ മർദ്ദിക്കും. നിങ്ങൾ എന്നെ പ്രതി നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും സന്നിധിയിലേക്ക് നയിക്കപ്പെടും. അവിടെ അവരുടെയും വിജാതിയുടെയും മുമ്പാകെ നിങ്ങൾ സാക്ഷ്യം നൽകും. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്ത് പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട. നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. എന്തെന്നാൽ നിങ്ങളെല്ലാം നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിന്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. സഹോദരൻ സഹോദരനെയും പിതാവ് പുത്രനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. മക്കൾ മാതാപിതാക്കന്മാരെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും. എന്റെ നാമം മൂലം നിങ്ങൾ സർവ്വകാലം ദ്വേഷിക്കപ്പെടും. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. നമ്മൾ വിശുദ്ധ ദീപകേശയുടെ തിരുനാൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുനാളിന്റെ മംഗളങ്ങളെ അവർക്ക് പ്രാർത്ഥനാപൂർവ്വം നേരുകയാണ്. വിശുദ്ധ ദീപകേശ് വിശ്വാസത്തിന് വേണ്ടി ജീവൻ വെടിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിയ ഒരു വിശുദ്ധനാണ്. ഈ വിശുദ്ധന്റെ തിരുനാളിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ എങ്ങനെ മഹത്വപ്പെടുത്താനായിട്ട് സാധിക്കുമെന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കേണ്ടതാണ്. പക്ഷെ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് ഒത്തിരിയേറെ സഹനങ്ങളുണ്ടാകും. സുവിശേഷത്തിൽ പറയുകയാണ്, അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടുമെന്നുള്ളതാണ്. വിശുദ്ധ ഗീവർഗീസായി ദൈവത്തിലുള്ള വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് രക്തസാക്ഷിത്വം വഹിച്ച ഒരു വിശുദ്ധനാണ്. ആ വിശുദ്ധന്റെ സന്നദ്ധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് നിൽക്കുമ്പോൾ ദൈവത്തോട് പക്ഷം ചേരുമ്പോൾ നമുക്കുണ്ടാകുന്ന സഹനങ്ങൾ സ്വീകരിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതങ്ങളിട്ട് മറ്റുള്ളവരെ ദൈവത്തെ സ്മരിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയാകട്ടെ. ഒത്തിരിയേറെ വിശുദ്ധര് സഹനത്തിലൂടെ നമ്മെ മഹത്വപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാവുന്ന ചെറിയ സഹനങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നന്മ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചില സഹനങ്ങൾ സന്തോഷപൂർവ്വം ഏറ്റെടുക്കുവാനായിട്ട് ഞങ്ങളുടെ ചെറിയ ജീവിതത്തിലൂടെ അങ്ങയുടെ മഹത്വം വർദ്ധിപ്പിക്കുവാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കൃപയ്ക്കായിട്ട് വലിയ ദൈവം നമ്മൾ യാചിക്കുകയും ചെയ്യാം. ഈ വിശുദ്ധ കുർബാന വഴി ഞങ്ങൾ ബഹുമാനിക്കുന്ന വിശുദ്ധ ഗീവർഗീസഭയുടെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മഹത്വത്തിലേക്ക് നയിക്കുന്ന അവസരങ്ങളെ നിങ്ങൾ രാജപാലികന്മാരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യാചനകൾ ശ്രവിക്കണമേ. ഇടവകയുടെ മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസഹദായുടെ ഓർമ്മയാചരിക്കുന്ന ഞങ്ങൾക്ക് അങ്ങയുടെ ദാനങ്ങൾ സമർത്ഥമായി നൽകണമേ. സ്നേഹസമ്പന്നനായ വിശുദ്ധ അങ്ങേക്ക് പ്രിയപ്പെട്ടവനായ ഞങ്ങൾക്ക് വിധി ദിവസത്തിൽ അങ്ങ് മധ്യസ്ഥനായിരിക്കണമേ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി
വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നടത്തുന്ന പ്രസിദ്ധേന്തിക്കും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും അടുത്ത വർഷത്തെ പ്രസിദ്ധേന്തിക്ക് വേണ്ടിയും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. സ്വർഗത്തിൽ നിന്നിറങ്ങിയത് ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവത്തിൽ മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായും സ്തുത്രകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി അങ്ങനെയുള്ള കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥനായ എന്നേക്കും ദൈവമേ ഞങ്ങളെ പൂജയാലേ ദിവ്യനാമം കീർത്തിച്ചു വരവും പ്രകാശവും ജീവനും
വിശുദ്ധീകരണത്തിന്റെ വെളിവീഴ്ചവേ സ്വസ്തി. സ്വസ്തി. വിശ്വാസികൾക്കും വിശ്വാസങ്ങൾക്കും അപ്പുറം ലോകത്തെ സഞ്ചാരികൾക്ക്, ആത്മീയ തീർത്ഥാടകർക്ക് നവ്യാനുഭൂതി പകരുന്നതാണ് നമ്മുടെ ദേവാലയം. ഭാരത സഭാ ചരിത്രത്തിനൊപ്പം തന്നെ പാരമ്പര്യങ്ങൾ കൊണ്ടും മാമൂലുകൾ കൊണ്ടും സമ്പന്നമാണ് കേരളത്തിലെ ഇതര ക്രൈസ്തവ ദേവാലയങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇടപ്പള്ളിപ്പള്ളി. ഈ ദേവാലയത്തിൻ്റെ തിരുനാളാഘോഷങ്ങൾക്ക് ചൂക്കാൻ പിടിക്കുന്നത് ദർശന സമൂഹമാണ്. ദർശന സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസിദ്ധി വാഴ്ചയാണ് ഇന്നിവിടെ നടന്നത്. ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ശ്രീ ജോസഫ് കല്ലിങ്ങലിനെ ക്ഷണിക്കുന്നു. അഭിവന്ദ പിതാവ്, എറണാകുളം അങ്കമാലി അതിരൂപത സഹായമെത്രാൻ ജോസ് കൂത്തപ്പീട്ടിൽ, ഇടപ്പള്ളി ഗീവറി സഹതായുടെ ആത്മീയ പുത്രനാണ്. അദ്ദേഹത്തെ ഈ അതുല സന്ദർഭത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കപ്പളോം വികാരി ദർശന സമൂഹത്തിന്റെ നായകനാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. മറ്റ് സഹവികാരിമാർക്കും ഞാൻ എന്റെ ഹൃദയകരമായ സ്വാഗതം. നമ്മുടെ പ്രസിഡന്റ് ശ്രീ ബാബു പള്ളിപ്പാടും നിയുക്ത പ്രസിഡന്റ് ശ്രീ ആന്റണി കല്ലിലും ഞാൻ ഹൃദയകരമായ സ്വാഗതം ആശംസിക്കുന്നു. 1869 സ്ഥാപിതമായ നമ്മുടെ പള്ളിയിൽ എന്റെ അനുഭവം പറയുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ദർശന സമൂഹമായിരിക്കും ഇടപ്പള്ളി സെന്റ് ജോർജിന്റെ ദർശന സമൂഹം എന്ന് പറയാൻ എനിക്ക് അഭിമാനമുണ്ട്. ഇത്രയുമധികം ദർശന സമൂഹങ്ങളുള്ള ഒരു ഇടവകയും ഒരു സഭയും കേരളത്തിലോ ഇന്ത്യയിലോ ലോകത്തിലോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും വലിയ ദർശന സമൂഹത്തിന്റെ പെരുന്നാൾ വളരെയധികം ചിട്ടയോടും അടുത്തത്തോടും കൂടി കൂടുന്ന ഈ സമൂഹത്തിലേക്ക് നിയുക്ത പ്രസിദ്ധിയെയും നിയുക്ത ഓഫീസർമാരെയും ഞാൻ ഹൃദയകരമായി സ്വാഗതം ചെയ്യുകയാണ്. നാനാജ്യോതി മതസ്ഥര് ഇടപ്പള്ളിക്ക് സഹായം തേടി മതസൗഹാർദ്ദം പോലെ ഒന്നായി ഈ പള്ളിയിൽ വരുന്ന എല്ലാ വിശ്വാസികൾക്കും ദർശന സമൂഹത്തിന്റെ പേരിലും എല്ലാവരുടെയും പേരിലും സ്വാഗതം ആശംസിച്ചുകൊണ്ട് അടുത്തതായി ദർശന സമൂഹത്തിന്റെ കപ്പളോം വികാരിക്ക് ദർശന സമൂഹത്തിന്റെ ഉപകാരമായ മെമന്റോ സെക്രട്ടറി ശ്രീ മത്തായി കീഴ്പള്ളി സമ്മാനിക്കുന്നതാണ്. മത്തായി കീഴ്പള്ളിയെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ബസേലിലേക്കുള്ള മെമന്റോ നമ്മുടെ കപ്പളോം വികാരി സമർപ്പിക്കുന്നതാണ്. കപ്പളോം വികാരി ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തായി നിയുക്ത പ്രസിദ്ധി ശ്രീ ഗോമൻ കല്ലിലെ ദർശന സമൂഹത്തിന്റെ പ്രസിഡന്റ് ശ്രീ ബാബു പള്ളിപ്പാട് സ്വീകരിക്കുന്നു. രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പിതാവിനെ ക്ഷണിച്ചു.
നമുക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കപ്ലോൻ വികാരി ജില്ലി തിരുവിമംഗലമച്ച, പ്രിയപ്പെട്ട കൊച്ചന്മാരെ, ഈ വർഷത്തെ പ്രസിഡന്റ് ബാബു, അടുത്ത വർഷത്തെ പ്രസിഡന്റ് ബോബൻ കല്ലിങ്കൽ, സ്നേഹം നിറഞ്ഞ ദർശന സമൂഹാംഗങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, ഇടപ്പള്ളി ലോകമെങ്ങും പ്രസിദ്ധമാണ്. വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ മാധ്യസ്ഥം വഴിയായി നാനാജാതി സഹോദരങ്ങൾക്ക് ഒത്തിരിയേറെ ദൈവാനുഗ്രഹം നൽകുന്ന പരിശുദ്ധമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇടപ്പള്ളി. ഇടപ്പള്ളിയിൽ ഈ തിരുനാളാഘോഷം ഈ വർഷം നടത്തുവാനായിട്ട് നമുക്ക് കൃപ നൽകിയ ദൈവത്തിന് ആദ്യമായിട്ട് നന്ദി പറയാം. ഈ ഒഫീഷ്യലന്മാരെല്ലാവരും ലൈത്തോരന്മാർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ച് ചർച്ച ചെയ്താണ് അനേകരിൽ നിന്ന് അടുത്ത വർഷത്തേക്കുള്ള ഒരു പ്രസിഡന്റിയെ തിരഞ്ഞെടുക്കുക. വലിയ ഉത്തരവാദിത്തമാണ്. ഒരു ഇത്രയും ജനങ്ങൾ, ഇന്നലെ ഞാൻ മനസ്സിലാക്കുകയായിരുന്നു, ഞായറാഴ്ചയായിരുന്നു, മെയ് ദിനമായിരുന്നു, രൂപം പുറത്തിറങ്ങുന്ന ദിവസം ഒത്തിരിയേറെ ആൾക്കാർ ഇവിടെ വന്നുപോയി. പക്ഷെ ആർക്കും ഒരു അപകടവുമില്ലാതെ എല്ലാവരും അനുഗ്രഹങ്ങൾ പ്രാപിച്ച് തിരിച്ചുപോയി എന്ന് അറിയുണ്ടായി. വികാരിച്ചിന്റെ ആദ്യത്തെ തിരുനാളാണ്. അതുകൊണ്ട് തന്നെ വികാരിച്ചിന് ഒത്തിരിയേറെ ആകാംക്ഷകളുണ്ട്. പക്ഷെ അച്ഛൻ ശാന്തനായിട്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ മാധ്യസ്ഥം തേടിക്കൊണ്ട് ഈ തിരുനാൾ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അച്ഛൻ്റെ എല്ലാ പരിശ്രമങ്ങൾക്കും ദൈവാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് വിതരണത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോഴത്തെ പ്രസിഡന്റ് ബാബു തീർച്ചയായിട്ടും ഇതിന് ഒത്തിരിയേറെ ബുദ്ധിമുട്ടി പ്രാർത്ഥിച്ച് ഈ തിരുനാൾ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർന്നു വരുന്ന ദിവസങ്ങളിലും ഈ തിരുനാൾ ഏറ്റവും മനോഹരമായി തീരുവാൻ, അനേകർ വരുമ്പോൾ അവർക്കെല്ലാവർക്കും ദൈവാനുഗ്രഹം ലഭിക്കുവാനായി, ആർക്കും യാതൊരു അപകടവും സംഭവിക്കാതെ, യാതൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെടാതെ വളരെ ഹൃദ്യമായിട്ട് അനുഗ്രഹീതമായിട്ട് ഈ ദിവസങ്ങൾ കടന്നു പോകാൻ വേണ്ടിയിട്ട് ഹൃദയമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പുതിയ പ്രസിഡന്റ് ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ ഇത് തമ്പുരാൻ ഫലമേൽപ്പിച്ച വലിയൊരു ദൗത്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മീയമായിട്ടും കുടുംബപരമായിട്ട് നന്നായിട്ട് ഒരുങ്ങി അടുത്ത വർഷത്തെ തിരുനാള് അനുഗ്രഹമായി തീരുവാനായിട്ട് വേണ്ട എല്ലാ ദൈവാനുഗ്രഹവും പുതിയ പ്രസിഡന്റ് ബോബൻ കല്ലിങ്കലിന് ലഭിക്കട്ടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇത്തരണത്തിൽ നമ്മുടെ പൂർവികരെ നമ്മൾ ഏറെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. വർഷങ്ങളായിട്ട് ലൈത്തോരന്മാർ കൈമാറി നൽകുന്ന ചില പാരമ്പര്യങ്ങൾ, ആ പാരമ്പര്യത്തിലൊരു ഭാഗവുമാണ് ഇതെല്ലാം. പല പ്രാവശ്യം ഞാൻ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ വിശ്വാസത്തെ വളർത്തുവാനായി, വിശ്വാസം കൈവിട്ടു പോകാതെ ചില നല്ല മൂല്യങ്ങൾ, വിശ്വാസ മൂല്യങ്ങൾ പൂർവികർ കൈമാറി തന്നത് അത് അടുത്ത തലമുറയ്ക്ക് കൈമാറി കൊടുക്കാനായിട്ട്, ആഘോഷമായി മാറാതെ ഇതൊരു ദൈവാനുഭവമായിട്ട് തിരുനാളുകൾ മാറുവാനായിട്ട് ഇതെല്ലാം സഹായകമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, പരിശ്രമിക്കുന്നു. ഇവിടെ തിരുനാളാഘോഷത്തിന് വരുമ്പോൾ അത് നാനാജാതി മതസ്ഥരും പറയണം. ഇടപ്പള്ളിയിൽ ചെല്ലുമ്പോൾ വലിയ സമാധാനമാണ്, സന്തോഷമാണ്, വലിയ കൂട്ടായ്മയാണ്. അവിടെയുള്ളവരെല്ലാം എപ്പോഴും സഹായിക്കുവാനായിട്ട് സന്നദ്ധയുള്ളവരാണ് എന്ന് മറ്റുള്ളവർ പറയുവാൻ തക്കത്തക്ക വിധം ഏറ്റവും മനോഹരമായി തിരുനാൾ ആഘോഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ പൂർവികരെ നന്ദിയോടുകൂടി ഓർക്കുന്നു. അവർ കൈമാറി തന്ന വിശ്വാസം കൈമോശം പോകാതെ അത് കൂടുതൽ കത്തിജ്വലിപ്പിക്കുവാനായിട്ട് നമ്മുടെ തിരുനാൾ ആഘോഷങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി വികാരിച്ചിനും കൊച്ചുജന്മാർക്കും കൈകാരന്മാർക്കും പാരിഷ് കൗൺസിൽ അംഗങ്ങൾക്കും വൈസ് ചെയർമാനും കുടുംബ യൂണിറ്റ് ഭാരവാഹികൾക്കും അതോടൊപ്പം തന്നെ തിരുനാൾ ആഘോഷിക്കുന്ന ഇത്തവണത്തെ പ്രസിഡന്റ് ബാബുവിനും അടുത്ത വർഷത്തെ പ്രസിഡന്റ് ബോബൻ കല്ലുങ്കലിനും എല്ലാവിധ ദൈവാനുഗ്രഹവും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നമ്മളെ സമർത്ഥമായി നൽകുന്നു. ആശംസകൾ നേർന്നുകൊണ്ട് കപ്ലോൻ വികാരി അച്ഛനെ അഭിനയ പിതാവെ, പുതിയ പ്രസിഡന്റ് ശ്രീ ബോബൻ കല്ലുങ്കൽ, ഇപ്രാവശ്യം തിരുനാൾ നടത്തുന്ന പ്രസിഡന്റ് ശ്രീ ബാബു പള്ളിപ്പാട്, ബഹുമാനപ്പെട്ട കൊച്ചുജന്മാരെ, പ്രിയപ്പെട്ട ദർശന സമൂഹാംഗങ്ങളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഇടവകയിലെ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാൾ ആഘോഷിക്കുന്നത് വാസ്തവത്തിൽ ദർശന സമൂഹമാണ്. അവരുടെ നേതൃത്വത്തിലാണ് ഇതിലെ ആഘോഷങ്ങളെല്ലാം ക്രമീകരിക്കുക.
ചില ഉത്തരവാദിത്തങ്ങൾ ചിലരെ ഏൽപ്പിക്കുന്നു എന്ന് മാത്രം. പ്രസിദ്ധീയായിട്ട് തലപ്പത്ത് ആ വർഷം ഒരാൾ നമ്മൾ തിരഞ്ഞെടുക്കണം. ഈ പ്രാവശ്യത്തെ തിരുനാൾ ആഘോഷിക്കുന്നതിന് പ്രസിദ്ധീയായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് ബാബു പള്ളിപ്പാടിനെയാണ്. ആ പ്രസിദ്ധീയുടെ നേതൃത്വത്തിൽ തിരുനാൾ ആഘോഷങ്ങൾ ഈ വർഷം നടക്കുമ്പോൾ ഒത്തിരി ഒരുക്കം ഇതിൻ്റെ പിന്നിലുണ്ട്. ഞാൻ വന്ന കാലം മുതൽ ശ്രദ്ധിക്കുന്നത് എല്ലാ ദിവസവും പള്ളിയിൽ വന്ന് ദിവബലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച് താനും തൻ്റെ കുടുംബാംഗങ്ങളുമൊക്കെ വന്ന് പ്രാർത്ഥിച്ച് പോകുന്നത് കാണാറുണ്ട്. കാരണം തങ്ങളുടെ ഇടയിൽ നിന്നും അപ്പുറം ദൈവകൃപ ഇതിന് ആവശ്യമുണ്ട്, ഇതെല്ലാം ഭംഗിയായിട്ട് നടക്കാൻ എന്ന ഉത്തമ ബോധ്യത്തിലാണ് ഈ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചൊരുങ്ങുന്നതും ഈ തിരുനാളിന് നേതൃത്വം കൊടുക്കുന്നത്. അതിൻ്റെ ദൈവകൃപയെല്ലാം അവർക്ക് കിട്ടുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുക. വിശുദ്ധമായ മേശയിലിരുന്ന് ആലോചിച്ച് ആണ് പ്രസിദ്ധീയെ തിരഞ്ഞെടുക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ രണ്ട് പ്രസിദ്ധീമാരെയും നമുക്ക് പ്രത്യേകമായിട്ട് ഇത്തരത്തിൽ ഓർക്കാം. ഏറ്റവും ഭംഗിയായിട്ട് ഈ വർഷത്തെ തിരുനാൾ നടത്തുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ബാബുവിനെ, അടുത്ത വർഷത്തെ തിരുനാൾ നടത്തുവാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതായ ബോബനെയും എല്ലാം പ്രത്യേകമായിട്ട് ദൈവാനുഗ്രഹത്തിന് സമർപ്പിക്കാം. അവരുടെ ജീവിതത്തെ, അവരുടെ കുടുംബാംഗങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദർശന സമൂഹാംഗങ്ങൾ ഒത്തിരി പേര് അതിൻ്റെ വിവിധങ്ങളായ സ്ഥാനങ്ങളിലുള്ളവരാണ്. അവർക്കെല്ലാം വലിയ വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഞാൻ ഈ ദിവസങ്ങളിലെല്ലാം ശ്രദ്ധിക്കുകയായിരുന്നു. ഒത്തിരി ദർശനക്കാർ വളരെ താല്പര്യപൂർവ്വം ഈ തിരുനാളിൻ്റെ ആഘോഷങ്ങളിൽ ഭംഗിയാക്കുവാനായിട്ട് സ്ഥാനവസ്ത്രങ്ങളോടുകൂടിയൊക്കെ വരുമ്പോൾ ഇത് ഞങ്ങളുടെ തിരുനാളാണ് എന്നൊരു അവബോധമുള്ളവരെല്ലാം ആ തിരുനാളിൽ സമയം കണ്ടെത്തും. വരാനായിട്ടും അതിൽ ആദ്യത്തെ പങ്കെടുക്കുവാനായിട്ടെല്ലാം ഉത്സാഹിക്കും. അങ്ങനെ ഒരു കെട്ടുറപ്പും അതിന് ഒരു കൂട്ടായ്മയും ഒക്കെ നിലനിൽക്കുന്നുണ്ട് എന്നത് വളരെ സന്തോഷകരമായ വസ്തുതയാണ്. എല്ലാ ദർശന സമൂഹങ്ങളെയും പ്രത്യേകമായിട്ട് ഈ കാര്യത്തിൽ ഞാൻ അനുമോദിക്കുകയാണ്. അതോടൊപ്പം തന്നെ സ്ഥാനക്കാർ അതും ഇതുപോലെ തെരഞ്ഞെടുപ്പിലൂടെ തന്നെ വരുന്നവരാണ്. ഓരോരോ പടികളായിട്ട് കയറി വരുമ്പോൾ നിങ്ങളെ ആദരിക്കുന്നു, നിങ്ങളെ ബഹുമാനിക്കും, നിങ്ങൾ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നു എന്ന് തന്നെയാണ് അതിനർത്ഥം. ആ ഒരു ബോധ്യത്തോടു കൂടി തന്നെ തങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടതായ സ്ഥാനങ്ങളിൽ അതിൻ്റെ മഹത്വത്തിന് ചേരുന്നതായ രീതിയിൽ അതിന് ആളുകൾ പ്രതീക്ഷിക്കുന്നതായ സ്ഥലത്തിൽ നിന്നുകൊണ്ട് ശുശ്രൂഷ ചെയ്യുവാനായിട്ടൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആകട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഈ ദിനത്തിൽ ഇവരെല്ലാം പ്രത്യേകമായിട്ട് ആദരിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്ന ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ടും വീണ്ടും ഈ വിശുദ്ധൻ സമൃദ്ധമായിട്ട് ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാനൊരു വാക്കുകൾ ചുരുക്കുന്നു. തമ്പുരാൻ നൽകിയ നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടും ഇടവജനത്തിൻ്റെ സഹകരണ നന്ദി പറഞ്ഞുകൊണ്ടും ശ്രീ ബാബു പള്ളിപ്പാട്. അഭിവന്യ ജോസ് പിതാവി, ബഹുമാനപ്പെട്ട വികാരി കൊച്ചച്ചന്മാരെ, ദർശന സമൂഹാംഗങ്ങളെ, ലൈത്തോര സമൂഹം, സഹോദരി സഹോദരന്മാർ, 2017 ആണ്ട് പെരുന്നാൾ നടത്തുവാൻ വേണ്ടി ദൈവാനുഗ്രഹം ലഭിച്ച ബോബൻ ചേട്ട കുടുംബത്തിനും ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് വരുന്ന ദിവസങ്ങളാണ് നമ്മളുടെ പെരുന്നാളിൻ്റെ. എല്ലാവരുടെയും സഹകരണവും പ്രാർത്ഥനയും ഉണ്ടായാൽ മാത്രമേ ഇത് വിജയിപ്പിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ വിനയമായി അഭ്യർത്ഥിക്കുകയാണ്. നന്ദി. കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രീ ബോബൻ. അഭിവന്യ ജോസ് പുത്തൻപിട്ടിൽ പിതാവ്, അപ്ലോൻ വികാരി, സഹവൈദികരെ, എഴുത്തുകാരന്മാരെ, ദർശന സമൂഹങ്ങളെ, ഭക്തജനങ്ങളെ, ഈ വർഷത്തെ പ്രസിഡന്റ് ബാബു പള്ളിപ്പാട്, വിശുദ്ധ ഗീവരി സഹതായുടെ 2017 തിരുനാൾ ഏറ്റെടുത്ത് നടത്തുവാൻ എന്നെ സഹായിച്ച ദൈവത്തിനോടും വിശുദ്ധ ഗീവരി സഹതായോടും ഞാൻ വളരെയധികം നന്ദി പറയും. അതോടൊപ്പം തന്നെ ഈ അടുത്ത വർഷത്തെ തിരുനാൾ
നടത്തുന്നുള്ള ഒരുക്കങ്ങൾക്ക് വേണ്ടി ദൈവാനുഗ്രഹം കൂടുതലായി എനിക്ക് ലഭിക്കുവാൻ വേണ്ടി നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഈ വർഷം തിരുനാൾ നടത്തുന്ന ബാബു പള്ളിപ്പാടിന് ഈ തിരുനാൾ എല്ലാവിധ നല്ല കാലാവസ്ഥയിലും എല്ലാവരുടെ സഹകരണത്തിലും ഭംഗിയായിട്ട് നടത്തുവാനുള്ള കൃപാവരം വിശ്വജീവനസഹതായും സർവേഷൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ. അടുത്തതായി ഉപകാര സമർപ്പണമാണ്. ബഹുമാനപ്പെട്ട പുത്തൻവീട്ടിൽ പിതാവിന് വലിയ ബഹുമാനപ്പെട്ട കപ്ലോണ്ടി അയച്ചു ബഹുമാനപ്പെട്ട കൊച്ചച്ഛൻ വാങ്ങി പിതാവിന് തിരികൾ സമർപ്പിക്കുന്നതാണ്. സെമ്മത്തോ അടുത്തതായി കപ്പ്യാർമാർ. അക്കൗണ്ടന്റ്, പാട്ടുകാർ അവരാച്ചൻ മാർട്ടിൻ വാത്തികുളം, പള്ളി സ്റ്റാർ അസിസ്റ്റന്റ് ഷൈജു ദീപ, സെക്യൂരിറ്റിക്കാരൻ, വെടിക്കാരൻ, ചെണ്ടക്കാർ, പന്തലുകാരൻ, ചെണ്ടക്കാർ, എലിമിനേഷൻ ഉപകാര സമർപ്പണം സമാപിച്ചു. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ഈ വർഷം തിരുനാൾ വളരെ ഭംഗിയായി നടത്തുവാൻ എല്ലാവരുടെയും സഹകരണം ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സഹദായേ ഇടപ്പള്ളിയിൽ വാഴും വിശുദ്ധനെ, യേശുവിൻ ധീരനം പടയാളി. സഹദായേ ഇടപ്പള്ളിയിൽ വാഴും വിശുദ്ധനെ, യേശുവിൻ ധീരനം പടയാളി. പാപികൾ ഞങ്ങളെ ധന്യരാക്കുവാൻ സ്വർഗേ വാഴും വിശുദ്ധനെ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സഹദായേ ഇടപ്പള്ളിയിൽ വാഴും വിശുദ്ധനെ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി.